Welcome to Srinarayana Guru Open University degree classes. Now we are studying Introduction to Mass Communication, Block 3, Unit 2, Media, Audience, Public Opinion and Public Sphere. ഇത്രയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. മീഡിയ, ഓഡിയൻസ്, പബ്ലിക്, അതുപോലെ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പബ്ലിക് സ്പിയർ. ഇത്രയും ടേംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് എന്താണ് മീഡിയ ഓഡിയൻസ് എന്ന് നോക്കാം. Media audience refers to the group of people who consume, interpret and respond the media content. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഒരു മീഡിയ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ മീഡിയയെ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ മീഡിയയിൽ വരുന്ന ഒരു പ്രോഗ്രാം അങ്ങനെ ചിന്തിക്കുക. ഒരു പ്രോഗ്രാം കാണുന്ന അല്ലെങ്കിൽ അതിനെ കൺസ്യൂം ചെയ്യുന്ന, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന, വ്യാഖ്യാനിക്കുന്ന, അതുപോലെ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ മീഡിയ ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ മീഡിയ ഓഡിയൻസിനെ അവര് ഒരു പ്രോഗ്രാമിനെ വാല്യൂ ചെയ്യുന്നതിനോട്, അതിനോട് പ്രതികരിക്കുന്നതിനൊക്കെ ചില അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ അതിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതായത് അവരുടെ ഏജ്, സെക്സ്, അതുപോലെ തന്നെ അവരുടെ ലൊക്കാലിറ്റി, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സെറ്റപ്സ്, അതുപോലെ തന്നെ അവരുടെ ഇൻകം, ഇതെല്ലാം തന്നെ ഈ ഓഡിയൻസിനെ അല്ലെങ്കിൽ മീഡിയ ഓഡിയൻസിനെ സ്വാധീനിക്കാറുണ്ട്. സോ നമ്മൾ ഇവിടെ നോക്കുന്നത് ടൈപ്സ് ഓഫ് മീഡിയ ഓഡിയൻസ് ആണ്. ഫസ്റ്റ് ടൈപ്പ് മാസ് ഓഡിയൻസ് ആണ്. മാസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ്, അതുപോലെ തന്നെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കൺസ്യൂം ചെയ്യുന്ന, മീഡിയ കൺസ്യൂം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് റേഡിയോ, TV, അതുപോലെ ന്യൂസ് പേപ്പർ, ഇതൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ മാസ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെല്ലായ്പ്പോഴും ഒരു ജനറൽ കണ്ടന്റിൽ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ടാർഗറ്റഡ് ഓഡിയൻസ് ആണ്. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ആയിരിക്കും. അവര് ഏതെങ്കിലും ഒരു പ്രത്യേക, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏജ്, ഒരു പ്രത്യേക ഏജ് കാറ്റഗറിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജെൻഡറിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഒക്കെ ഉള്ള ആളുകളായിരിക്കും. സോ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ദെൻ ആക്റ്റീവ് ഓഡിയൻസ് ആണ് മറ്റൊന്ന്. ആക്റ്റീവ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ദേ എൻഗേജ് ക്രിട്ടിക്കലി വിത്ത് മീഡിയ. അതായത് അവര് ഈ മീഡിയയിൽ വരുന്ന കണ്ടന്റിനോട് അവര് റെസ്പോണ്ട് ചെയ്യും. ദേ വിൽ ക്രിട്ടിസൈസ്, ദേ വിൽ ഇന്റർപ്രിറ്റ്. അതുപോലെ തന്നെ അവർ വളരെ ആക്റ്റീവായിട്ട് ഇതിൽ വരുന്ന മീഡിയയിൽ വരുന്ന കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ദേ വിൽ ബി ലൈവ്. അപ്പൊ അതാണ് ആക്റ്റീവ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് പാസീവ് ഓഡിയൻസ് ആണ്. സോ പാസീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും ഇവര് നൽകുന്നുണ്ടാവുക. അവർ പ്രോഗ്രാംസ് വാച്ച് ചെയ്യും, പക്ഷെ ദേ വിൽ നോട്ട് റെസ്പോണ്ട്. അവര് ഒന്നിനോട് റെസ്പോണ്ട് ചെയ്യാനോ അവര് ലൈവായി നിൽക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. അവർ പ്രോഗ്രാം കണ്ട് പോകുന്ന, അല്ലെങ്കിൽ പ്രോഗ്രാം കേട്ടോ അല്ലെങ്കിൽ വായിച്ചോ പോകുന്ന ഒരു ആളുകളായിരിക്കും. ദെൻ മറ്റൊന്ന്, ഇപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മീഡിയ ഓഡിയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ മീഡിയ ഓഡിയൻസിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു മീഡിയ ഓഡിയൻസിന്റെ, അതായത് ഒരു മീഡിയ പ്രോഗ്രാം കൺസ്യൂം ചെയ്യുന്ന ഓഡിയൻസിന്റെ ഏജ്, അതുപോലെ ജെൻഡർ, ഇൻകം, എഡ്യൂക്കേഷൻ, ഒക്കുപ്പേഷൻ, ഇതിലെല്ലാം ഒരു ഏകതാനത കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഡെമോഗ്രാഫിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോ ഒരു 60+ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ പ്രോഗ്രാംസിനോടുള്ള അല്ലെങ്കിൽ മീഡിയയോടുള്ള താല്പര്യമായിരിക്കില്ല ഒരു 20 ബിലോ ആയിട്ടുള്ള ടീംസിന്റെ. അപ്പൊ ഇതില് അവരുടെ ടേസ്റ്റും പ്രിഫറൻസസും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. ദെൻ സൈക്കോഗ്രാഫിക് ആണ് മറ്റൊന്ന്. ഇതിൽ വരുന്നത് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ വാല്യൂസ്, ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പൊ സൈക്കോഗ്രാഫിക് ഇൻട്രസ്റ്റില് അല്ലെങ്കിൽ സൈക്കോഗ്രാഫിക് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ ഓഡിയൻസിന്റെ വാല്യൂസും അവരുടെ ബിലീഫ്സും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ അവർ കാണുന്ന പ്രോഗ്രാംസിനെ വിലയിരുത്തുന്നതിലൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് അവർ പ്രോഗ്രാംസ് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ,
ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ചില മൂവീസ് ഒക്കെ കേരളത്തിലൊക്കെ വളരെയേറെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ന്യൂഡിറ്റി എന്ന ഒരു കണ്ടന്റ് അവതരിപ്പിക്കപ്പെടുന്നത് എല്ലാ ആളുകളും അതിനെ ഒരുപോലെ അല്ല വിലയിരുത്തിയത്. ചില ആളുകൾക്ക് ന്യൂഡിറ്റി എന്നുള്ളത് ഒരു പബ്ലിക് സ്പിയറിൽ കാണിക്കാവുന്ന ഒന്നല്ല എന്നും മറ്റു ചിലർ അത് വളരെ നോർമൽ ആണ് എന്നും വിലയിരുത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് വിലയിരുത്തലുകൾ ഒരേ കാര്യത്തെ കുറിച്ച് ഉണ്ടാകുന്നത്? ദാറ്റ്സ് അക്കോർഡിംഗ് വിത്ത് ദയർ ഓൺ വിഷൻ ഓർ ഓൺ ദെയർ വാല്യൂസ്. അപ്പൊ ഈ ഒരു വ്യത്യാസം വരുന്നത് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ മീഡിയ ഓഡിയന്റും നമ്മളുടെ ഈ വാല്യൂസിനും ഇതിനൊക്കെ അനുസരിച്ചിട്ട് അതായത് സൈക്കോഗ്രാഫിക് ആയിട്ടുള്ള ക്യാരക്ടർ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ബിഹേവിയറൽ ഫാക്ടേഴ്സ് ആണ്. മീഡിയ ഓഡിയൻസിന് അവരുടേതായിട്ടുള്ള ഹാബിറ്റ്സ്, ഫ്രീക്വൻസി, അതുപോലെ പ്ലാറ്റ്ഫോം പ്രിഫറൻസസ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് അവര് മീഡിയ പ്രിഫർ ചെയ്യുന്നതിൽ ഡിഫറൻസ് കാണിക്കാറുണ്ട്. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഓൺ മീഡിയ ഓഡിയൻസ്. ഈ മീഡിയ ഓഡിയൻസിന്റെ മേലെ ടെക്നോളജി ചെലുത്തുന്ന ഇമ്പാക്ട്. ഒന്നാമത്തേത് ഫ്രാഗ്മെന്റേഷൻ ആണ്. അതായത് ഓഡിയൻസിനെ ചില ഡിവിഷൻസ് ആയിട്ട് അല്ലെങ്കിൽ അക്രോസ് ന്യൂമറസ് പ്ലാറ്റ്ഫോംസിൽ അത് ഫ്രാഗ്മെന്റഡ് ആയിട്ട് പോവാറുണ്ട്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ക്യാരക്ടർ, ടെക്നോളജിയുടെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. അതായത് ആളുകളെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിൽ ഡിസിന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ ഇന്ററാക്ടിവിറ്റി ആണ്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ അതേ തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വഴി ആളുകള് ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെ, ആളുകൾ ഇപ്പോ ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകളാണെങ്കിലും അവർ തമ്മിൽ നിരന്തരമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദെൻ ഗ്ലോബൽ റീച്ച്, നമ്മൾ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സിന്റെ മറ്റൊരു പോയിന്റ്. അതായത് ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകളും തമ്മിൽ നിരന്തരമായിട്ട് ഒരു ഗ്ലോബൽ റീച്ച്, ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവവും നമ്മൾ ലൈവായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിൽ നമ്മൾ ഇടപെടാൻ സാധിക്കുന്നു. നമ്മളെ എല്ലായ്പ്പോഴും ഇറ്റ് വിൽ കീപ്പ് ലൈവ്, നമ്മളെപ്പോഴും ലൈവായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ റീച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതിലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, പബ്ലിക് എന്ന് പറയുന്നത്. The term public refers to a group of people who share common interest, common concern, etc. അതായത് പബ്ലിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കിന്മേൽ ഒരേ താല്പര്യങ്ങളും അല്ലെങ്കിൽ ഒരേ വിഷൻസും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു പബ്ലിക് സ്പിയറില് മോർ ദാൻ വൺ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പബ്ലിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കളക്റ്റീവ് ഐഡന്റിറ്റി ആണ്. പബ്ലിക് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ഒരു പബ്ലിക്കിന് ഉണ്ടായിരിക്കും. ദെൻ ഡൈവേഴ്സിറ്റി ആണ്. ഓഫ് കോഴ്സ് ഒരു പബ്ലിക്കില് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും. ഡിഫറെന്റ് ഏജ് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ജെൻഡർ ഡിഫറൻസസ് ഉള്ള ആളുകൾ, വിവിധ ലൊക്കാലിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒറ്റ സ്പിയർ ആണ് പബ്ലിക് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൺസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. ദെൻ ആക്റ്റീവ് എൻഗേജ്മെന്റ് ആണ്. ഈ ഒരു വിഷയത്തെ ചൊല്ലി പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് പബ്ലിക്കിന് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു റോഡ് ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഏതാനും നിമിഷ നേരം കൊണ്ട് അവിടെ ഒരു മോബ് അവിടെ തടിച്ചുകൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ക്രൗഡ് അവിടെ ഉണ്ടാകുന്നത്? ഈ ക്രൗഡ് അവിടെ വരുന്നത് ഒരു കോമൺ ഇൻട്രസ്റ്റിന്റെ പുറത്താണ്. അതായത് ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദയർ ഇൻട്രസ്റ്റ്, ഇതിന്റെ പുറത്താണ് അവര് ഒത്തുകൂടുന്നത്. സോ അവര് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഒരു ആക്റ്റീവ് എൻഗേജ്മെന്റ് ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടായിരിക്കും. ദെൻ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡ് ആണ് മറ്റൊന്ന്. അതില് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡ് എന്ന് പറയുന്നത് ആളുകളുടെ ഒരു പബ്ലിക് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിന്മേലുള്ള അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അത് കോണ്ടെക്സ്റ്റുവൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന റിലീജിയൻ അല്ലെങ്കിൽ നമ്മളുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ്, നമ്മളുടെ ജെൻഡർ കൺസേൺസ്, ഇതെല്ലാം തന്നെ നമ്മളെ കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്.
ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് പബ്ലിക് ആണ്, അതായത് പബ്ലിക്കിന്റെ ടൈപ്പ്. ഫസ്റ്റ് വൺ ജനറൽ പബ്ലിക് ആണ്. ജനറൽ പബ്ലിക് നമുക്കൊരു എക്സാമ്പിൾസിലൂടെ അതിലേക്ക് കടക്കാം. ജനറൽ പബ്ലിക്സ് എന്ന് പറയുമ്പോൾ സിറ്റിസൺ ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തെ സിറ്റിസനെ അല്ലെങ്കിൽ പൗരന്മാരെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അത് ഒരു ഏകദാനതയുള്ള ഒരു വലിയ ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ, ഒരു സൊസൈറ്റി, ഒരു ലാർജ് എൻകംപാസിംഗ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ വിതിൻ എ കമ്മ്യൂണിറ്റി. ഇതാണ് ഒരു ജനറൽ പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടാർഗറ്റഡ് ഓർ സ്പെസിഫിക് പബ്ലിക് ആണ്. എന്ന് വെച്ചാല് ടാർഗറ്റഡ് ഓർ സ്പെസിഫിക് പബ്ലിക് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒരു അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകൾ, വർക്കേഴ്സോ ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. കാരണം ഒരു കോമൺ ഫീച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ട് ആയിരിക്കും അവരെ ആ ഒരു കമ്പനിയിൽ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. ഇപ്പൊ ഒരു സ്കൂള്, ആ സ്കൂളിൽ ഉള്ള അധ്യാപകർ എന്ന് പറയുന്നത് അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. സോ ആ ക്വാളിഫിക്കേഷൻ ആണ് അവരെ അവിടെ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ ആക്റ്റീവ് പബ്ലിക് ആണ് മറ്റൊന്ന്. അവര് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസില് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് അവര് പങ്കെടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോ ഉദാഹരണത്തിന് ഒരു പ്രൊട്ടസ്റ്റ് ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു സംഭവത്തോട് പ്രതിഷേധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒക്കെ ഇതിന് ആക്റ്റീവ് പബ്ലിക്കിന് എക്സാമ്പിൾ ആണ്. ദെൻ പാസീവ് പബ്ലിക് ആണ് മറ്റൊന്ന്. അവർക്ക് നിലവിലുള്ള ഇഷ്യൂസിനെ കുറിച്ച് അവർ അവെയർ ആണെങ്കിൽ പോലും ദേ വിൽ നോട്ട് റെസ്പോണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പാസീവ് പബ്ലിക് എന്ന് പറയുന്നത്. ഇപ്പോ ന്യൂസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഈ പറയുന്ന വയലൻസ് അല്ലെങ്കിൽ നീതി നിഷേധം ഒക്കെ അവര് ലൈവായിട്ട് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അവര് TV ചാനൽ വഴിയൊക്കെ അത് കാണുന്നുണ്ട്. പക്ഷെ അത് കണ്ടു എന്നതിനപ്പുറത്തേക്ക് അവര് അതിന് ഇടപെടാനോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനോ ഒന്നും അവര് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താണ് പാസീവ് പബ്ലിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ പബ്ലിക്കിന്റെ റോൾ ഓഫ് പബ്ലിക് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ പബ്ലിക്കിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ആണ്. ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പങ്കാളിത്തം. അത് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഗ്രസിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അവിടെ കൂട്ടത്തിലെ മെജോറിറ്റിയുടെ ഒപ്പീനിയൻ ആണ് അവിടെ ഡിസിഷൻ ആയിട്ട് വരുന്നത്. സോ ഇത് ഒരു പബ്ലിക്കിനെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റോളാണ്. ദെൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയും. ഒരു പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് ആ കൂടി നിൽക്കുന്ന ആളുകളുടെ മുഴുവൻ അഭിപ്രായത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അതിലെ മെജോറിറ്റിയുടെ അഭിപ്രായമാണ് അവിടെ പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവർ ആ ഒരു ഒറ്റ ഗ്രൂപ്പിനകത്തുണ്ടായിരിക്കും. പക്ഷെ ഏറ്റവും ലീഡിങ് അല്ലെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് അവിടെ പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് എറൈസ് ചെയ്ത് വരുന്നത്. ദെൻ അഡ്വക്കസി ഇൻ ആക്ടിവിസം ആണ് മറ്റൊന്ന്. അതായത് ഒരു സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഈ പബ്ലിക് ആണ്. സോഷ്യൽ ചേഞ്ചിന് കാരണക്കാരായിട്ട് വരുന്നത് പബ്ലിക് ആണ്. ദെൻ കൺസ്യൂമർ ഇൻഫ്ലുവൻസ് ആണ് മറ്റൊന്ന്. അതായത് ഈ പബ്ലിക്കിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് പലതരത്തിലുള്ള പ്രിഫറൻസ്, പബ്ലിക്കിന്റെ പ്രിഫറൻസസും അവരുടെ ടേസ്റ്റും ഇതൊക്കെ അനുസരിച്ചാണ് ഇൻഡസ്ട്രിയും അതുപോലെ ഒരു മാർക്കറ്റിന്റെ പൾസ് ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പബ്ലിക് ഒപ്പീനിയനെ കുറിച്ചാണ്. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് നോക്കാം. Public opinion refers to a collective attitudes, belief and views held by a group of people on a specific issue. അപ്പോൾ ഒരു പ്രത്യേക ഇഷ്യൂവിന്റെ പുറത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനുള്ള അവരുടെ അഭിപ്രായം, അതാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന ആശയങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ ഫോം ചെയ്തെടുക്കുന്ന ഒന്നാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, എങ്ങനെയാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കപ്പെടുന്നത് എന്ന് നോക്കാം. അതിന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് മീഡിയ. മീഡിയയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഇന്ന്
വളരെ റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത്. ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റം വരെ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഇടയിൽ വൈറലായി വരുന്നത് അല്ലെ. അപ്പോൾ മീഡിയക്ക് പബ്ലിക് ഒപ്പീനിയൻ റേസ് ചെയ്യുന്നതിൽ വലിയ പങ്കുണ്ട്. പൊതുജനാഭിപ്രായം ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത് വലിയ റേഞ്ച്, ഒരു വലിയ എമൗണ്ട് ഓഫ് പീപ്പിളിലേക്ക് അറ്റ് എ ടൈം എത്തിച്ചേരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തുന്നു. അവരുടെ ഒപ്പീനിയൻ അതനുസരിച്ച് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് മീഡിയയുടെ ഈ പബ്ലിക് ഒപ്പീനിയൻ ഫോർമുലേഷനിലുള്ള അതിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ആണ്. തീർച്ചയായിട്ടും ഇപ്രകാരം പാസ് ചെയ്യപ്പെടുന്ന വിവരങ്ങൾ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരിൽ അവബോധം സൃഷ്ടിക്കാനും അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ചില എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്, ചില ചാനലുകളുണ്ട്, ചില പബ്ലിക്കേഷൻസ് ഉണ്ട്, ചില റേഡിയോ പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിൽ ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ ആളുകളെ അവയർനെസ് കൊണ്ടുവരാൻ, ഇപ്പൊ ട്രാഫിക് റൂൾസിനെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ടുവരുന്നതിന്, ഡ്രഗ് അബ്യൂസിനെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ടുവരുന്നതിന്, അതുപോലെ തന്നെ ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ടുവരുന്നതിന്, സ്മോക്കിങ്ങിനെതിരായിട്ടുള്ള അവയർനെസ്, ഇതെല്ലാം കൊണ്ടുവരുന്നതിന് ഇത്തരം പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഈ മീഡിയ വളരെയേറെ സഹായകമാവുന്നുണ്ട്. ദെൻ സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് മറ്റൊന്ന്. ഈ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഡിസ്കഷൻ വിത്ത് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഇതൊക്കെ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഇനി കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് മറ്റൊന്ന്. ഒരു സൊസൈറ്റിയൽ വാല്യൂസ്, ട്രഡിഷൻസ്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇമ്പാക്ട്, ഇതെല്ലാം തന്നെ ഒരു പബ്ലിക് ഒപ്പീനിയനെ ഫോം ചെയ്യുന്നതിൽ സഹായകമായിട്ട് വരാറുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.